പല സ്റ്റേജ് പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തു. നല്ല നല്ല ബന്ധങ്ങൾ ചേച്ചിക്കുണ്ട്. എന്നിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ചേച്ചിക്ക് പറ്റാത്തതുകൊണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട്. അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി തുറന്നു കൊടുത്തിട്ടുണ്ടോ? എന്തോട് ചോദിക്കുന്നത്? ഇറ്റ്സ് മീ ഡാനി. അപ്പം ബിഗ് ബോസ് സീസൺ 5 നമ്മുടെ മനീഷ അറിയാലോ, മനീഷ ഒരു 10-25-30 ദിവസമായപ്പോഴത്തേക്ക് മനീഷ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനീഷ അറിയാമെന്ന് തോന്നുന്നു. അപ്പം മനീഷയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. അത് എടുത്തിരിക്കുന്ന ആരാ? നമ്മുടെ അജിൻ വർഗീസ്. അജിൻ വർഗീസിനെ പറഞ്ഞാൽ ശരണ്യ, ബിഗ് ബോസിലെ നമ്മുടെ ശരണ്യ അറിയാലോ, ശരണ്യയുടെ ഒരു മോശമായിട്ടുള്ള രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ച ഒരു വ്യക്തി ഓർമ്മയുണ്ടാവുമല്ലോ. പിന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ അടുത്തൊരു പാവം പയ്യൻ പോയി നിൽക്കുന്നത്, ഡോക്ടർ എന്താ ഹലു കാണിച്ച് കുറച്ച് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവസാനം ഡോക്ടറിനെ തന്നെ വലിച്ചു കൊടുക്കുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു. അതാണ് അജിൻ വർഗീസ്. ഓക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ ഈ അടുത്ത സമയത്തും ഇച്ചിരി പ്രശ്നമായിരുന്നു സത്യത്തിൽ. ആ സമയത്തും ആരാരും കുറച്ച് ആൾക്കാരൊക്കെ എടുത്ത് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തും യൂട്യൂബിലും ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അജിൻ അതിനെ കുറച്ച് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതല്ല ഇവിടുത്തെ മെയിൻ വിഷയം. ഇവൻ ആ ഒരു പാത വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ സത്യത്തിൽ. ഇപ്പം മനീഷ ചേച്ചിയുടെ അടുത്ത് ഉള്ള ഒരു ചോദ്യങ്ങൾ അത് നിങ്ങളൊന്ന് കേട്ട് നോക്കണം, ആ ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ. ഞാനത് വെച്ച് തരാം. കാരണം എന്ന് വെച്ചാൽ അവരവരുടെ അനുഭവങ്ങൾ അവരവർക്കേ അറിയുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ജെനുവിൻ ആയിട്ടുള്ള ഇരകൾക്ക് നീതി കിട്ടട്ടെ, അതിലെ പ്രതികൾക്ക്, കൃത്യമായിട്ടുള്ള പ്രതികൾക്ക് അതിൻ്റെ ശിക്ഷയെ ലഭിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വേറൊരാളെ നമുക്ക് കുറ്റം പറയാനോ, അപ്പം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലല്ലേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ചേച്ചി ഇപ്പം വാതിലുകൾ മുട്ടുന്ന കാലഘട്ടമല്ലേ? അപ്പം ചേച്ചി തന്നെ ഇൻ്റർവ്യൂ പറയുകയുണ്ടായി, എനിക്കാണെങ്കിൽ പോലും പല അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി. ഇത്ര അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രസിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകൾ അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ? വിളിച്ചിരുത്തി ചോദിക്കുമ്പോൾ അത് ഒരു എന്താ പറയണ്ടേ, ഒരു നിലവാരമുള്ള രീതിയിൽ പോകണമെന്ന് പറയത്തില്ലേ? എടാ, നിന്നെക്കാളും മൂത്ത 2 മക്കളുണ്ടടാ, മക്കള്. ഇപ്പം അവർ കല്യാണം കഴിച്ചാണ്, അവർക്ക് കുട്ടികളുണ്ടാവും. ഇതൊക്കെ അവർ കാണുകയല്ലേ. ഇപ്പം സപ്പോസ് എൻ്റെ വീട്ടിൽ ആരെങ്കിലും ആയിരുന്നു നീ ഇൻ്റർവ്യൂ എടുത്തന്നെ, ചിലപ്പോൾ പ്രാങ്ക് ആണെന്ന് പറഞ്ഞാൽ പോലും എൻ്റെ പൊന്ന് അജിൻ ബ്രോ, ചിലപ്പം ബ്രോൻ്റെ അതായിരിക്കും അവസ്ഥ. ഞാനൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച് കൂടുതലൊന്നും. ഇതൊന്നും അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല. ഇതാ അവിടെ ഉള്ളവർ ചോദിക്കാൻ പറഞ്ഞായിരിക്കും, ആണോ നമുക്കറിയത്തില്ല. പക്ഷേ സാമാന്യ ബോധമുള്ള അവിടെ ഒരു സോഫയിരുന്ന് കാലും പൊക്കി വെച്ചിരുന്ന് ഇങ്ങനെ കണസാ കുണസാ പറയുമ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കണം, നിന്റെ നിലവാരം തന്നെ ഇടിഞ്ഞു പോകുന്നത്. പറഞ്ഞ് മനസ്സിലാവുക. എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ആദ്യം ഇച്ചിരി എയറിലായി കഴിഞ്ഞിട്ട് പിന്നെയും എന്തെങ്കിലും നല്ലത് ചെയ്യുമ്പോൾ നല്ല ആൾക്കാർ പറയുമല്ലോ എന്നുള്ളൊരിതുണ്ട്. പക്ഷെ ഇതൊക്കെ ആൾക്കാർ നോട്ട് ചെയ്ത് വെക്കും. നിൻ്റെ ഏതെങ്കിലും ഒരു എന്താ പറയണ്ടേ, ചിലപ്പോൾ നീ നിരപരാധിയായിരിക്കും. ആ സമയത്ത് ഇതുപോലുള്ള കേസുമായിട്ടായിരിക്കും എടുത്തിടുന്നത്. അപ്പം നീ പെട്ടുപോകരുത്. അതിൽ ബാക്കിയും കൂടെ ഞാൻ വെച്ച് തരാം. അതായത് ചേച്ചി തന്നെ പറയുകയുണ്ടായി, അമേരിക്കയാണെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തു. നല്ല നല്ല ബന്ധങ്ങൾ ചേച്ചിക്കുണ്ട്. എന്നിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ചേച്ചിക്ക് പറ്റാത്തതുകൊണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട്. അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, മനീഷ ചേച്ചി ചാടി ഇവന്റെ ചൗക്കുറ്റി അടിച്ച് പൊട്ടിക്കാൻ ഞാൻ ഭാഗ്യം കേട്ടോ. സത്യം പറഞ്ഞാല ഇവരുടെ സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിൽ വലിച്ചു കീറി അവനെ ഭിത്തിയിൽ ഒട്ടിക്കണ്ടേ. ഇല്ല, തമിഴ്നാട്ടിലില്ല ചാണകം എടുത്തിട്ടില്ല, ഒട്ടിക്കത്തില്ല ഭിത്തിയില, അതുപോലെ എടുത്ത് ഇവനെ എടുത്ത് ഒട്ടിക്കണ്ടേ. ഈ ചോദ്യം ചോദിക്കുന്നത്, എടാ ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞ പോലെ തന്നെ 2 മക്കളുടെ അമ്മയവര്. പറഞ്ഞ മനസ്സിലായോ? അവരോട് ചോദിക്കേണ്ട ചോദ്യമല്ല. അമേരിക്കയിൽ അവിടെ സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കാണും, വലിയ വലിയ ആൾക്കാരൊക്കെ കാണും. അവരൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ എന്താ പറയാ, എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിച്ചോടാ. കുറച്ച് ആൾക്കാർക്ക് കാണുമായിരിക്കും. പറഞ്ഞ മനസ്സിലായോ? അവർ തന്നെ പറയുന്നുണ്ട് ആ ഇൻ്റർവ്യൂവിലും കാര്യങ്ങളൊക്കെ. ഇത് സത്യം പറയാലോ, പക്ഷേ ഈ ഇൻ്റർവ്യൂ അങ്ങനെ വലിയ സംസാരവും വൈറലും ഒന്നും ആയിട്ടില്ല കേട്ടോ. കുറച്ച് ആൾക്കാർ മാത്രമേ ഈ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്. ഇത് വല്ലം ആൾക്കാർ കണ്ടായിരുന്നെങ്കിൽ ഇവനെ പരിപ്പാക്കിയേനെ. സത്യം പറഞ്ഞല്ല, ഇപ്പം ഇത് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെ കേട്ടോ. സോഷ്യൽ മീഡിയ ഇത് നല്ല രീതിയിൽ ചർച്ച ചെയ്യാം. മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി തുറന്നു കൊടുത്തിട്ടുണ്ടോ? എന്തോട് ചോദിക്കുന്നത്? അല്ല, ചേച്ചി തന്നെ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അജിനെ, എന്നെ അറിയാവുന്ന ആളല്ലേ നീ? അല്ലേ? എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ? അതെ. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണോ അജിനെ?
അല്ലേ ചേച്ചി അവസരത്തിന് വേണ്ടി തുറന്നു അവസരത്തിന് വേണ്ടി തുറന്നു വരാനാണെങ്കിൽ ഞാനിപ്പോ ഇന്ന് ഒരു 100ാമത്തെ സിനിമ ഞാനിപ്പോ ഇവിടെ ആഘോഷിച്ചേനെ. എന്ത് ഊളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത്? അജിന്റെ പല ഇന്റർവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുമാതിരി അല്ല ഞാൻ ഒരു മിനിറ്റ് നിക്ക് ഒരു മിനിറ്റ് എന്നല്ല, ഇത്ര ദേഷ്യപ്പെടാനല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇത്ര എക്സ്പീരിയൻസ് ചേച്ചിക്കുണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മുട്ടുമ്പോ തുറക്കുന്നതാണോ എക്സ്പീരിയൻസ്? ആണോ? എല്ലാവരുടെ എക്സ്പീരിയൻസ് അതാണോ? അങ്ങനെയാണെങ്കിൽ അവസരങ്ങളില്ലാതെ മനീഷ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഇവിടെ ഇരിക്കത്തില്ല. മനസ്സിലായോ? ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുമ്പോ നിങ്ങളുടെ മാധ്യമങ്ങൾക്ക്, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പ്രത്യേകിച്ച് നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ്. അത് വൈറൽ ആവാനാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല. ഞാൻ ഇവിടെ വന്നത് നീ കണ്ടല്ലോ. ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ഒരാളാണ് എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് പോകാൻ പേടിച്ചിട്ടല്ല. ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ആളെന്ന് ഞാൻ പറയുന്നില്ല. അമേരിക്കയിൽ ഞാൻ ഒറ്റയ്ക്കാണ്. അല്ല, എന്തിനാണ് അങ്ങനെ ഒരു ന്യായീകരണത്തിന്റെ ആവശ്യം? എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം? എന്തിനാണ് ഇപ്പോഴല്ലേ ന്യായീകരണം വന്നത്? എന്ത് ഞാൻ ചോദിച്ചു മുട്ടി തുറന്നിട്ടുണ്ടോ ചോദിച്ചാൽ തുറന്നിട്ടില്ലെങ്കിൽ ഇല്ലെന്നൊരു ആൻസർ അല്ലേ ഞാൻ പ്രതീക്ഷിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ചോദ്യമേ ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തോ വൈറലാവാൻ വേണ്ടി ചെയ്യുന്ന പോട്ടെ എനിക്ക് തോന്നിയത്. ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ല, റോഹനും പിന്നെ ദിയ ചേച്ചി തമ്മിലുള്ള ഒരു ഇന്റർവ്യൂവിൽ ഇത് കൂട്ടായിരുന്നു. അത് പിന്നെ പ്രാങ്ക് ആണെന്ന് പറയാം. ഇത് എനിക്ക് തോന്നുന്നില്ല, കണ്ടിട്ട് എനിക്ക് പ്രാങ്ക് ആണെന്ന് തോന്നുന്നില്ല. ഇതിന്റെ സെക്കൻഡ് എപ്പിസോഡ് വരുവാണെങ്കിൽ എന്തോ നമുക്ക് അറിയത്തില്ല. കാരണം ഇപ്പൊ ഹേമ കമ്മിറ്റിയും മറ്റേതും ഈ അർജുന്റെ കേസ് ഇട്ട് പിന്നെ വയനാട് ഇഷ്യൂ ഒക്കെ വന്നുകൊണ്ട് ഈ ഇന്റർവ്യൂ എടുക്കുന്നവന്മാർക്കൊന്നും വലിയ മാർക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. മീൻസ് അവരുടെ വ്യൂ തന്നെ ഇടിവാണ്. അപ്പൊ ഇനി ഇതുപോലത്തെ സാധനം ഇനി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയും വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് ഒറിജിനലായിട്ട് തന്നെ തോന്നുന്നത്. പക്ഷെ ഇവൻ ഈ ചോദ്യം ചോദിച്ചത് പക്ക ഉളത്തരായിപ്പോയി. പറഞ്ഞില്ലേ എന്തോ ഇപ്പം ചോദിച്ചെങ്കിൽ അല്ലെങ്കിൽ അല്ലെന്നങ്ങ് പറഞ്ഞാൽ പോരെ. ഇതിപ്പം ഞാനിപ്പം ഇപ്പം ആ സ്ഥാനത്ത് നിങ്ങളുടെ വീട്ടിലുള്ളവരായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? ഇപ്പം നമ്മളായിരുന്നു ചോദിക്കുന്നത്, നീ എന്ത് ചെയ്തേനെ? അത്രേ ഉള്ളൂ, വിഷയമില്ല. നമ്മൾ ഈ പരിപാടിയും ഫീൽഡിലൊക്കെ ഉള്ള അപ്പോൾ വിട്ടുകളാം. അങ്ങനെ ആവുമോ? നിന്റെ ഭാര്യ അടുത്തോ അല്ലെ വീട്ടിലെ അമ്മമാരുടെ അടുത്തോ പെങ്ങന്മാരുടെ അടുത്തോ ഒക്കെ ഇത് ചോദിക്കുമ്പോൾ ഉള്ള അവസ്ഥയെ നിനക്ക് ആ സമയത്ത് ആ അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇവനൊക്കെ ഇത് മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ്? നിങ്ങൾ ആളുതരം കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കൂ അജിനെ, അല്ലാതെ ചുമ്മാ വൈറലാവാൻ വേണ്ടിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണോ വേണ്ടത്? മുട്ടിയിട്ട് തുറന്നിട്ടുണ്ടോന്ന്? ഇത് തന്നെയല്ലേ ഓരോരുത്തരും ഓരോ അലിഗേഷൻസ് ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, അനാവശ്യമായിട്ട് വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല എന്നെ പോലുള്ളവര്. ഞാൻ അങ്ങനത്തെ ആളല്ല. എന്നാലും ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു, ഇത്രയും പാട്ടിൽ എത്ര സിനിമകൾ അഭിനയിച്ചു? ഇത്രയും ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നത്, ഞാൻ ചോദിച്ച ചോദ്യമാണ്. എത്ര സിനിമകൾ അഭിനയിച്ചു? ഞാൻ ചോദിച്ച ചോദ്യത്തിലാണോ തെറ്റ്? ഉറപ്പായിട്ടും. നിങ്ങൾ മുട്ടി തുറന്നിട്ടുണ്ടോ? അതെന്ത് ചോദ്യമാണ്? അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോന്നല്ലേ? അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ഒരു സ്ത്രീയുടെ അടുത്ത്, പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഒരാളുടെ അടുത്ത്, എക്സ്ക്യൂസ് മീ, സ്ത്രീക്കാണല്ലോ മുട്ടലും തുറക്കപ്പെടലും ഒക്കെ. എന്നാലും പുരുഷന് സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ നടക്കുന്നത് എന്താണ്? ഇപ്പൊ ചോദിച്ച ചോദ്യത്തില് പുരുഷൻ തുറന്നു കൊടുത്തതല്ലോ, പുരുഷന് വേണ്ടി സ്ത്രീ തുറന്നു കൊടുത്തതല്ലേ? ഞാൻ ചോദിക്കുന്നത് അതിനുള്ള ആൻസർ ഞാൻ ചോദ്യം വീട്ടിലിരിക്കുന്ന അമ്മയോടോ പെങ്ങളോടോ എല്ലാം ചോദിച്ചെങ്കിലോ? ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം നിന്റെ അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചു പോയെന്ന് കരുതുക. ആ സമയത്ത് നിങ്ങളെ വളർത്താൻ വേണ്ടി ആരെങ്കിലും വന്ന് മുട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ നിന്റെ ആ സിറ്റുവേഷൻ എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്ക് ബ്രോ. ഞാൻ കുറ്റപ്പെടുത്തിയൊന്നുമല്ല, സംഭവം എല്ലാം ഇത് തന്നെയാണ്, ഒരു ലൈൻ തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ചത് നീ ഉദ്ദേശിച്ചത് പറഞ്ഞ് മനസ്സിലായോ? ഇപ്പം കൊള്ളേണ്ടത് അത് ഏത് രീതി കൊള്ളിക്കണമെന്നാണല്ലോ. ഇപ്പം നീ കാണിച്ച പോലെ തന്നെ ഇപ്പം ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നീ എന്ത് ചെയ്യും? ഞാൻ ഇച്ചിരി കടന്നായി സംസാരിച്ചത്. പക്ഷെ ഇതുപോലുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഇതുപോലുള്ള ഉത്തരം തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ ഇതൊന്നും ഒരു അവസാനം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇത് കേട്ട ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നണമെങ്കിൽ എല്ലാവരോടും ഞാൻ സോറി പറയുന്നു. ഓക്കെ, ബാക്കി കേൾക്കാം. അജിനെ ഞാൻ തുറന്നു കൊടുത്തിട്ടില്ല. ഞാൻ ചോദിക്കാൻ തന്നെ കാരണം നമ്മൾ തമ്മിൽ ആ ഒരു ബന്ധം ഉള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ അജിന്റെ അടുത്ത് ചോദിക്കുന്നത്. നമ്മൾ തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് അജിൻ തന്നെ പറഞ്ഞല്ലോ. ഉറപ്പായിട്ടും. ആ അജിൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യം എന്റെ അടുത്ത് ചോദിക്കുക? അങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ തമ്മിൽ ഇത്ര പരിചയമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യം എന്റെ അടുത്ത് ചോദിക്കുക? അജിൻ പറ. അങ്ങനെ ഞാൻ തുറന്നു കൊടുത്ത് അവസരങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ, ഇതിന് മുന്നേ ഉള്ള ഇന്റർവ്യൂകളിൽ അജിൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് അവസരങ്ങൾ പലയിടത്തും നഷ്ടപ്പെടുന്നുള്ളത്. എങ്ങനെ നഷ്ടപ്പെടും അങ്ങനെയാണെങ്കിൽ? അല്ല, ഞാൻ ചോദിക്കുന്നത് അപ്പൊ ചേച്ചി പറയുന്നത് അവസരങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലെന്നങ്ങ് പറഞ്ഞാൽ പോരെ? അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അജിനെ, പ്രത്യേകിച്ച് നിന്നെ പോലുള്ള ഒരാളുടെ അടുത്ത്. ഇല്ലേ, നമ്മൾ തമ്മിൽ മുൻ പരിചയമുള്ള ആൾക്കാരാണ്, നമ്മൾ തമ്മിൽ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇങ്ങനെ ഒരു അലിഗേഷന്റെ അപ്പുറത്ത് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അമ്മയെടുത്ത് ചോദിക്കോ ഇങ്ങനെ? വീട്ടിൽ പോയിട്ട് പെങ്ങളെടുത്ത് ചോദിക്കോ ഇങ്ങനെ? എന്റെ പെങ്ങളും അമ്മയൊന്നും സിനിമയിലില്ല. സിനിമയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും സ്ത്രീ ആണോ?
എന്റെ വീട്ടുകാർ സിനിമയിലില്ല. ഞാൻ ചോദിക്കുന്നത് സ്ത്രീകളാണോ ഞാൻ ചോദിക്കുന്ന ഓക്കെ, മനീഷ ചോദിച്ചു കേട്ടില്ലേ വീട്ടിലുള്ളവരെ കുറിച്ച് കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മനീഷ എന്ന് പറഞ്ഞ ആക്ടറിനോടാ ചോദിച്ചത്. എടാ ആക്ടർ ആയാലും അവരൊരു അമ്മയാടാ, അവർക്ക് 2 മക്കളുണ്ട്. ഇപ്പം കുട്ടികളായെങ്കിൽ അവര് അമ്മൂമ്മയാ, പേരക്കുട്ടികൾ ഒക്കെ ആയെന്ന് പറയാം. അപ്പം ആ ഒരു പ്രായത്തിൽ നിൽക്കുന്ന ആ ഒരു സ്ത്രീയോട് ബഹുമാനത്തോടെ സംസാരിക്കാൻ ആദ്യം പഠി. ഈ ബിഗ് ബോസിൽ വന്ന് ഓക്കെ മനീഷയ്ക്ക് കുറച്ച് നെഗറ്റീവൊക്കെ ഇടയ്ക്കൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവരിന്ന് ഔട്ട് ആവണമെന്ന് പ്രാർത്ഥിച്ച ടീമും ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. ഓക്കെ, അപ്പം ആ കണ്ണോടല്ലടാ എല്ലാവരും കാണുന്നത്. നീ അത് ചിന്തിക്കണം, അതൊക്കെ അവിടെ കഴിഞ്ഞു. ഇവൻ്റെ ഈ ചോദ്യങ്ങൾക്ക് അവർ കൊടുത്ത മറുപടിക്ക് അവന് ഉത്തരവില്ല, അവന് കൊണ്ട് അത് തന്നെ ഉത്തരം. ഇതുപോലുള്ള ഞാൻ പറയാം, ഇതുപോലെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പം പോയി ഇരിക്കുമ്പം എന്താ പറയണ്ടേ, നിലവാരമുള്ളിടത്തൊക്കെ പോയി ഇരിക്കുന്നതായിരിക്കും ചേച്ചി നല്ലത്. ആ ചാനലാണെങ്കിൽ അത്യാവശ്യം ഫെയിമാണ് ഇവൻ നിൽക്കുന്നത്, അത്യാവശ്യം എല്ലാവരും കാണുന്നതാണ്. അവിടെ കൊണ്ടുപോയിട്ടിട്ട് തന്നെ എന്തിനാ ഈ ആൾക്കാരുടെ ഇടയിൽ ഇപ്പം ഇവരെ ഇതൊക്കെ കാണുമ്പോൾ ആ ജനങ്ങൾ തന്നെ നെഗറ്റീവ് അടിക്കത്തില്ലേ ഒരാളെ വിളിച്ച് വരുത്തിയിട്ടൊക്കെ. ഇത് ഭയങ്കര ഇതാണ് സത്യം പറഞ്ഞാൽ. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റീച്ചും അതിനൊക്കെ വേണ്ടി എന്തൊക്കെയാണ് ഈ പുലമ്പുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും അജിൻ ബ്രോ ഇത് ഇച്ചിരി മോശമായിപ്പോയി. എന്തായാലും കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. ഓക്കെ ഗൈസ്, ബൈ, ലവ് യു ഓൾ.